ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് ഞാനിപ്പം 33 വയസ്സിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എന്റെ 20കളിൽ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്കിപ്പം ഈ 33 വയസ്സായി, ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ലൈഫൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് പറ്റിയ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ഈ രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ലൈഫ് ഇന്ന് ഞാൻ ഈ ചിന്തിക്കുന്നിടത്തൊന്നല്ല ഒരുപാട് തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ എന്നെ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ, ഇനിയിപ്പോ നിങ്ങളിപ്പോ 20കളിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ 20 വയസ്സ് ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഇരിക്കണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ 30കളിലാണെങ്കിലും ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇപ്പോഴും നമുക്ക് ലൈഫ് എവിടെയും അല്ലെങ്കിൽ ഒരു വയസ്സിലും എൻഡ് അല്ല. നമ്മൾ എപ്പോഴും പക്ഷെ 20ലും 30ലും ഇടയിലുള്ള പ്രായത്തിൽ നമ്മൾ ഇതൊക്കെ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് പെട്ടെന്ന് സെക്യൂർ ആവും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈഫ് ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇപ്പൊ 30കളിലും 40കളിലുള്ള ആൾക്കാർ അത് കാണണമെങ്കിലും അവർക്കും വളരെ യൂസ്ഡ് ആവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ്ഡ് ആകും. പക്ഷേ ഒരു 20കളിൽ ഇരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു 20ലും 30ലും ഇടയിൽ പ്രായം ഇരിക്കുന്ന കുട്ടികളിൽ അവർ ചിന്തിക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഈ വക കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒരിക്കലും ബാക്കോട്ടേക്ക് പോവാതെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ 20കളിൽ ഇത് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് ഉതകുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ആദ്യത്തെ ആയിട്ടുള്ള പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും ലൈഫിന് മുമ്പിലേക്ക് കാണുമ്പോൾ ആ ഒരു പ്രായ കാലഘട്ടത്തിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നു, എന്റെ ലൈഫിലെ ഏറ്റവും പിന്നിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ലൈഫിലെ പേടിയായിരുന്നു എന്നുള്ളതാണ്. അത് എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ ഭയങ്കര പേടിയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ എന്ത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ ലൈഫിലേക്ക് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രായമാണ്. നിങ്ങൾ സ്കൂൾ ലൈഫ് ആയാലും കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഒരു വർക്കിലേക്ക് കയറാനുള്ളതും അതുപോലെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അയ്യോ ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര പേടിക്കുന്ന സമയമായിരിക്കും. എത്ര ബോൾഡ് ആണ്, എത്ര കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നായിരിക്കും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരുന്നത്, നിങ്ങൾ നിങ്ങളുടേതായ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എന്തായാലും ഒന്ന് പതറിപ്പോവും, എല്ലാവരും പതറിപ്പോവും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ 90s കിഡ്സിനൊക്കെ ശരിക്കും മനസ്സിലാവും ഞാൻ ഇത് പറയുന്നത്. പക്ഷെ ഇപ്പത്തെ എനിക്കൊന്ന് ഈ 2000 ഈ ഒരു പ്രായത്തിലുള്ള മക്കൾക്ക് ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ ബോൾഡാണ് അവര്, അവരുടെ ലൈഫിനെ പറ്റി ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. എന്നാലും ഈ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ വരുന്ന ചേഞ്ചസിനെ ഓർത്ത് നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ആ പേടി നിങ്ങൾ എടുത്തു കളയാം. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യായിരിക്കും, ഇനി എന്ത് കാര്യം ആയിക്കോട്ടെ, എന്ന് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നല്ല രീതിയിൽ ശോഭിക്കാനും പറ്റിയില്ല, എല്ലാവരും മുമ്പിലും എല്ലാവരും നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവായിരിക്കും, കളിയാക്കും, എന്തോ ആയിരിക്കും. അത് കളിയാക്കുന്നവർ അവിടെ കളിയാക്കും. നിങ്ങൾ വീണു പോയിട്ടുണ്ടെങ്കിൽ വീണു പോയി, പക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് എഴുന്നേറ്റ് പിന്നെയും നടക്കാൻ പറ്റും, നിങ്ങൾക്ക് നടക്കാൻ പറ്റണം. നിങ്ങളുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ വരുന്ന ചേഞ്ചസിനെ ഓർത്ത് പേടിക്കാതിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരുന്ന എന്ത് കാര്യങ്ങളും എല്ലാത്തിനും ചേഞ്ചസ് വരും. നിങ്ങൾ വർക്കിലാണെങ്കിലും നിങ്ങളെ പഠനത്തിലാണെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാത്തിനും ഒരു പടി നിങ്ങൾ എടുത്തു വെക്കുന്ന ഒരു കാലഘട്ടമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒന്നിനും ഓർത്ത് പേടിക്കണ്ട. ഇതൊക്കെ ലൈഫിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്, ഇതിന് ഞാൻ ഫേസ് ചെയ്യും, എനിക്ക് അത്രയും കോൺഫിഡൻസ് ആണെന്നുള്ള രീതിയിൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാം. നമ്മളെന്നും പോലെ പേടിച്ചിരിക്കാൻ ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് തന്നെ നിങ്ങൾ എടുത്തു വെക്കുന്ന ഒരു വലിയ നാഴികക്കല്ല നിങ്ങളുടെ ലൈഫിലേക്ക്. ഇനി സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ഫൈൻഡ് ഔട്ട് വാട്ട് യു വാണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആ ഒരു റിയാലിറ്റിനെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു പ്രായം ആട്ടോ ഇത്. പലരും ഇപ്പം എന്തൊരു കാര്യത്തിനെയും നമുക്ക് ഇത്രയും സീരിയസ്നെസ് ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിന് നമ്മൾ നല്ല ചില്ലായിട്ട് കൂളായിട്ട് വിടുന്നുണ്ടാവും കേട്ടോ ഈ ഒരു പ്രായത്തിൽ. കാരണം നമുക്ക് അത്ര റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല. നമുക്കൊരു ഫാമിലി നോക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മൾ ഫ്രണ്ട്സിലായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു പുതിയൊരു ജോബിലേക്ക് കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു 20-30 ഇയേഴ്സിൽ നിങ്ങൾ വരുന്ന ഒരു കാര്യം ഉണ്ടാവുക. അപ്പൊ ആ വക കാര്യങ്ങളിലൊക്കെ ഒന്നും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് വേണ്ടുന്നത് എന്നുള്ളൊരു ബോധം വേണം. എന്റെയൊക്കെ സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ കുട്ടികൾക്കും ആ ഒരു സമയത്തുള്ള ഒരു കാര്യമാണ് ഒന്നിക്ക് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിട്ടുണ്ടാവുക എഞ്ചിനീയറിംഗിലായിരിക്കും. കാരണം അവരുടെ ഫാമിലിയിലുള്ള പ്രഷറും അത് പാരന്റ്സ് പറയുന്നതും അതാണ്. പക്ഷെ അവർക്ക് എന്തായിരുന്നു വേണ്ടത് എന്നുള്ളത് അവർക്ക് ഒട്ടും ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ ലോകം പറയുന്നതും ഫാമിലി പറയുന്നതായിട്ടുള്ള രീതിയിലേക്ക് ഓടുക. ഇനിയിപ്പോ ഫാമിലി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് ഇന്ന രീതിയിലൊക്കെയാണ് വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലോകം ഈ ഒരു ഫീൽഡ് വഴിയാണ് പോണത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ അതിലേക്ക് എടുത്തു ചാടും. ഞാൻ എന്റെ പേഴ്സണലി പറയട്ടെ, നമ്മുടെ ലൈഫില് നമ്മൾ
ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടാണ് എല്ലാ കാര്യവും ചെയ്യേണ്ടേ, ഇല്ലാന്നില്ല. പക്ഷെ നമ്മൾ ലൈഫ് ലോങ് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യത്തെ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനേക്കാളേറെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പാഷനെയും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് പാഷനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ഭയങ്കര ഫിനാൻഷ്യലി നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പ്രോപ്പറായിട്ട് പോകാൻ പറ്റുക, അതൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ ഒരു പരിധി എത്തുമ്പോൾ, ലൈഫിൽ ഒരു പരിധി എത്തുമ്പോൾ നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഒന്നും അല്ല നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ റിയലി വേണ്ടത് എന്നുള്ള രീതി നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് തുടങ്ങും കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു 30-ൽ 40-ൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഡെഫിനറ്റ്ലി അവരൊക്കെ ചൂസ് ചെയ്തത് അവരുടെ പാരന്റ്സ് പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവര്, ഡോക്ടർ ആവാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഒരു തോന്നല്, നമ്മൾ പറയാം മുഴുവനോ പാഷൻ വേണമെന്ന് ഞാൻ പറയണ്ട, പക്ഷെ കുറച്ചെങ്കിലും ഒരു ഇഷ്ടം എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈഫിലെ എല്ലാ കാര്യങ്ങളും കേട്ടോ, ഞാൻ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്, ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യം ചൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു പ്രായത്തില് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടുന്നത് അതിനെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മറ്റുള്ളവർ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ലോകം ഓടുന്നത്, ഫ്രണ്ട്സ് ഓടുന്നതിന് ചുറ്റും ഓടോ, അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിനോടൊപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി വേണ്ടതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ ഒരു പ്രായം അങ്ങനെ തെറിച്ചൊരു പ്രായമാണ്. നമ്മൾ ഒരുപാട് ചീത്ത കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഇതാണ് എനിക്ക് വേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ ആര് പറയുന്നതും കേൾക്കില്ല, അല്ലെങ്കിൽ ആര് പറയണത് എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് നല്ലതാണ്, നമുക്ക് നല്ലതല്ല എന്നുള്ളത്. ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പോവാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും, ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഹൃദയത്തിന് ചേർന്ന് കിട്ടാണ്ടത് എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ലോകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാക്കിയിട്ടോ നിങ്ങൾ ഓടാതിരിക്കുക. കാരണം 30-കളിലും 40-കളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും. നമുക്ക് തന്നെ നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയല്ലോ എന്ന് ഓർത്തിട്ട്, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ഓർത്തിട്ട് ഇരുന്നു പോവും. ചില ആൾക്കാർ കാണില്ലേ, പാഷന് പിന്നാലെ ഓടി അവരുടെ ലൈഫിനെ അവരുടെ ലൈഫിന് ഒരു മധുരം ഉണ്ടാവും. ആ ഒരു മധുരം നിങ്ങളും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് നോ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ പറ്റി അറിയാനും നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യാനും വേണ്ടി പഠിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഒട്ടും കെയറിങ് ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര നമ്മുടെ എനർജി പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയം കേട്ടോ ഇത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഭയങ്കര ചില്ലായിരിക്കും. നമ്മൾ പുതിയ ജോബിൽ കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ക്യാഷ് ആയാലും ഫിനാൻസ് ആയാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങുന്ന ഒരു സമയം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ കൂളായി ചില്ലായി നടക്കുന്ന ഒരു സമയമായിരിക്കും. ഈ സമയത്ത് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതിനൊന്നും ടൈം ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടിച്ചുപൊളി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കെയർ ചെയ്യാനോ ഉള്ള ഒരു മൈൻഡും ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. നോർമലി എല്ലാവർക്കും ഉണ്ടാവില്ല, നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊക്കെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇപ്പോഴും 30-ലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പം ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനേറെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു എക്സസൈസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫുഡിനൊരു ഇതില്ല. എനിക്കറിയാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒരുപാട് പേര് ജിമ്മ് കാര്യങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ആ പോകുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റി എന്താ എന്നുള്ളത് എനിക്ക് എപ്പോഴും ചിന്തിക്കാൻ തോന്നുന്ന ഒരു കാര്യം കേട്ടോ. എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്, നല്ല ഫിറ്റ് ബോഡി വേണം. അപ്പുറത്ത് ജിമ്മിൽ പോകുന്നതിന് ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ട് കേട്ടോ. ഒരു ഹെൽത്തി ബോഡി അല്ലെങ്കിൽ ഒരു ഹെൽത്തി മൈൻഡ് ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളത്, ഇത് ഈ ഒരു പ്രായത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരു കാഴ്ചപ്പാട് എല്ലാവരും ജിമ്മിൽ പോകണു അങ്ങനെയല്ല, ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ ലൈഫിൽ എല്ലാത്തിനും നമ്മുടെ ഹെൽത്തിനായാലും നമ്മളെ തന്നെ കെയർ ചെയ്യുന്നതിനും ഒരു സ്റ്റാർട്ടിങ് ഇവിടുന്ന് തുടങ്ങണം കേട്ടോ. ഒരു 30 അതിന്റെ അബോ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാനിപ്പോ കുറെ ഫാറ്റ് വന്നല്ലേ എനിക്ക് എന്നൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ IT ഫീൽഡിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ജിമ്മോ കാര്യങ്ങളോ ഒന്നിനും ഒരു ടൈം കിട്ടുന്നുണ്ടാവില്ല. കാരണം അവരുടെ ഷിഫ്റ്റ് എല്ലാം ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ അവർക്ക് പറ്റിയ ഒരു ചേഞ്ച് എന്ന് ഒരു ബിഗ് ഹെൽത്തിന്റെ ഒരു ചേഞ്ച് ആയിരിക്കും. അവർ ഭയങ്കരമായിട്ട് ഫാറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ കേട്ടോ. ഒരുപാട് ഓട്ടങ്ങൾ
തൊടുമ്പോൾ ജീവിതത്തിൽ പറന്ന് നടക്കാൻ പറ്റുന്ന ഒരു പ്രായം, അതേപോലെ തന്നെ നിങ്ങൾ പുതിയൊരു കരിയറും പുതിയൊരു ലൈഫും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു സമയത്ത് നിങ്ങളെ പറ്റി അറിയാനും കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനും കുറച്ചു നേരം കണ്ടെത്തണം കേട്ടോ. നിങ്ങൾ എന്താണെന്നും നിങ്ങളിപ്പോ പോകുന്ന വഴി എന്താണെന്നും നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണോ പോണതെന്നും ഇതൊക്കെ ചിന്തിക്കാനും കൂടെ നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിക്കാൻ കൂടെ ഒരു ടൈം കണ്ടെത്തണം. മസ്റ്റായിട്ട് ഇത് കണ്ടെത്തണം കേട്ടോ. പിന്നെ 30കളിലെത്തി 40കളിൽ എത്തുമ്പോൾ നിങ്ങളെ അറിയാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരുപാട് വൈകി കാണും. നിങ്ങളെ അറിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഈ ഒരു രീതിയിലൊക്കെ എനിക്ക് പോവായിരുന്നു എന്നുള്ളത്. അത് നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ഒരു ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുവരാൻ പറ്റും കേട്ടോ. 20 സ്റ്റാർട്ട് ചെയ്യുന്നോട്ട് 30 ആയ ഒരു ഇടയിൽ അധിക പഠനമായിരിക്കും. അതിനോട് കൂടെ തന്നെ നിങ്ങളുടെ ജോബിന് വേണ്ടി നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബിലേക്ക് നിങ്ങൾ കടക്കായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു പ്രൊഫഷൻ കോഴ്സുകൾ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായമാണ്. ചില ആൾക്കാർ ഒരു എൻഡ് ഓഫ് 20യിൽ നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യാൻ കയറിയിട്ടൊക്കെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല നിങ്ങളുടെ ലാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ അതിന്റെ കൂടെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും സ്കില്ലുകൾ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ ശ്രമിക്കണം കേട്ടോ. നമ്മളെ ഇന്നത്തെ ഈ ലോകം പോണത് നമ്മളൊക്കെ വളർന്നു വന്ന സമയത്ത് പിന്നെയും എല്ലാവരും ജോലി ചെയ്യാൻ വരിക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ ലോകം പോകുന്നത് ഓരോ കുഞ്ഞുങ്ങളും പോകുന്നത് ഒരുപാട് സ്കില്ല് വഴിയാട്ടോ. അവിടെ ജോബിന്റെ കൂടെ തന്നെ അനദർ ഒരു ഇൻകം കണ്ടെത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടിയാണ് അവർ പോകുന്നത്. അതിനൊക്കെ ടാലന്റ് കിട്ടോ ഇന്നത്തെ കുട്ടികൾക്ക്. നമ്മളിപ്പോ 90s കിഡ്സ് എന്നൊക്കെ പറയുന്നത് അവർ വളർന്നു വന്ന ഒരു രീതിയിലല്ല, ഒരുപാട് സ്കില്ലുകൾ വളർത്തിയെടുക്കാനും ഒരുപാട് ടാലന്റോടുകൂടെ അവർക്ക് പെർഫോം ചെയ്ത് വരാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. ഇതൊക്കെ വളർത്തിയെടുക്കാൻ കൂടെ ശ്രമിക്കാം കേട്ടോ. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ ഒന്നിനും ഫോക്കസ് ചെയ്തിട്ടില്ല. നമ്മളെ ലൈഫിലേക്കൊന്നും എന്താ പറയാ ഇല്ല. കാരണം ആ ഒരു ലൈഫിൽ ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നേടാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനൊക്കെ പറ്റുമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. നമുക്ക് എല്ലാ ഫിനാൻഷ്യലി ബെനിഫിറ്റ് മാത്രം നോക്കരുത് കേട്ടോ. നിങ്ങളുടെ മൈൻഡിനും ചില കാര്യങ്ങൾ നിങ്ങൾ അത്രയും ആഗ്രഹിച്ച ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ നിങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ജീവിച്ചത് എന്തിനാ എന്ന് നാളെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു പ്രായത്തിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നരുത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് ഇതിനുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിനുള്ള പൈസ ഇല്ല എന്നുള്ളത്. ഇന്ന് ഈ യൂട്യൂബ് എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ ഞാനൊക്കെ കുറെ കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചെടുക്കുന്നത് ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ മുമ്പിൽ പ്ലാറ്റ്ഫോം ഇല്ല എന്ന് പറയുന്നത്, നമുക്ക് അന്നത്തെ കാലത്ത് പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു കേട്ടോ. ഞാനൊക്കെ കല്യാണം കഴിച്ച എൻഗേജ്മെന്റ് ആ ഒരു സമയത്താണ് എനിക്കൊക്കെ ഒരു മൊബൈൽ കിട്ടുന്നത്. അപ്പം നിങ്ങളൊക്കെ ലൈഫിൽ എന്ന് പറയുന്നത് ഇപ്പൊ അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് നിൽക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ പുതിയ പുതിയ സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാളത്തേക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കും. ഒരാളും നിങ്ങളെ പുഷ് ചെയ്യാൻ വരില്ല. അടുത്ത പോയിന്റ് ഇതാണ്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ ഒരു വർക്കിലെത്തി അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങി ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു ലോകത്തായിരിക്കും നിങ്ങൾ. ആ ലോകം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ ആയിരിക്കും നിങ്ങൾക്ക്. ഈ സോണിനെ പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തു വരാൻ താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ടാവും. മനസ്സിലാക്കുക, ഈ ഒരു ലോകം ഈ ഒരു സമയ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കായിട്ടൊരു ജീവിതം ഉണ്ട്. ആ ജീവിതം ജീവിക്കുക എന്നുള്ളത് ഇപ്പൊ 30s ആൾക്കാരാണെങ്കിലും 40s ആൾക്കാരാണെങ്കിലും ചിലപ്പം റിയലൈസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ലൈഫ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കായിട്ട് എപ്പോഴും ഒരു കംഫർട്ടബിൾ സോൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ ഒരു സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഒരാൾ പുഷ് ചെയ്യാൻ വരില്ലടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ചിലപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് എനിക്ക് അബ്രോഡിൽ കിട്ടിയിട്ടോ ഞാൻ പോവാണെന്ന്, പക്ഷെ അവൻ അതിനു വേണ്ടി പ്രയത്നിച്ചതോ അല്ലെങ്കിൽ അവൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ചിലപ്പം റാൻഡംലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അവൻ എടുക്കുന്ന എഫേർട്ടും അല്ലെങ്കിൽ അവൻ അതിനെടുത്തിട്ടുള്ള സീരിയസ്നെസ് ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ വരില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു ലോകം സൃഷ്ടിച്ച് ആ ഒരു ലോകത്തിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പൊട്ടിച്ചു പോവാ. നിങ്ങൾ ആരെയും പുഷ് ചെയ്യാൻ വരില്ല. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളേ ഉള്ളൂ. നമുക്ക് പലപ്പോഴും ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ തോന്നും, ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ചില സമയം പറയുന്നുണ്ടാവും തോന്നും. പക്ഷെ ആ തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇത് പൊട്ടിച്ചു പോകാൻ വേണ്ടി തോന്നില്ല. ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് നോക്കുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഒരു റിയലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. ഇതാണ് നമ്മുടെ കംഫർട്ടബിൾ സോൺ. ഈ സോണിൽ തന്നെ താൻ ഇരിക്കുന്നു എന്ന് ആലോചിച്ചിരിക്കാതെ അത് പൊട്ടിച്ച് നിങ്ങളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്ന് മനസ്സിൽ വെക്കുക, എപ്പോഴും മനസ്സിൽ വെക്കുക. എന്ത് കാര്യത്തിലും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി പുതുതായിട്ട് വരുന്ന സമയത്ത് വേണ്ട, എനിക്കിതൊക്കെ മതി, തന്നെയാണ് എല്ലാട്ടോ, ലൈഫ് ഇനിയും മുന്നോട്ടുണ്ട്. ആ ഒരു ചിന്ത മൈൻഡിൽ വെച്ചിട്ട് അതിന് മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ പോയിന്റ് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ
നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഈ ഒരു പ്രായത്തിൽ പലപ്പോഴും നമുക്ക് ആർക്കും നമ്മളുടെ ആ ഒരു ഐഡിയോളജിക്ക് അനുസരിച്ച് നമ്മുടെ ലോജിക്കിനനുസരിച്ചിട്ട് പാരന്റ്സിന് ഒരിക്കലും കിട്ടണമെന്നില്ല. അവർക്ക് അവരുടേതായ ഒരുപാട് ചിന്താഗതിയുണ്ട്. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആരെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റിയാലിറ്റി, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതിൽ പാരന്റ്സിനെ അവരെയും ആര് പറയുന്നതിനേക്കാളേറെ നിങ്ങളുടെ വന്നെ ആലോചിക്കണം. അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, ഇതിനെ പറ്റിയിട്ടാട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന് ഒരിക്കലും നിങ്ങളുടെ പാഷനെ പറ്റി അറിയത്തില്ല. അപ്പം അവർ ചിലപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് പുഷ് ചെയ്യാം, പക്ഷെ അവരെ കൺവിൻസ് ചെയ്യിക്കാന്നുള്ളത്, ഫോർഗിവ് ചെയ്യുക, എന്തായിക്കോട്ടെ. അവരുടെ പാരന്റ്സിന്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരിക്കലും അവരെ നമുക്കൊരു നാശം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് അവരൊന്നും ചെയ്യില്ല, നമ്മളടുത്ത് ഒന്നും പറയില്ല. പക്ഷെ അവർ പറയുന്നത് നാളത്തേക്ക് അവരിപ്പോ ഇരിക്കുന്നത് ഏത് പ്രായത്തിലാ? അവർ ഈ പ്രായം കഴിഞ്ഞ് വന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ഒരു പ്രായം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രായമാണ് 20s എന്നുള്ളത്. അതുകൊണ്ട് പറയുമ്പോൾ ഞാനാണെങ്കിലും ലൈഫിൽ ഞാൻ എപ്പോഴും തീരുമാനിച്ചുള്ള ഒരു കാര്യം, എന്റെ പാരന്റ്സിന് ഞാൻ എപ്പോഴും അവർ പറയുന്നത് എന്താണോ അതിനെ എപ്പോഴും എന്റെ നെഞ്ചോട് ചേർത്തിട്ടായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫ് ആ ഒരു രീതി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും അത് നോക്കുമ്പം ഇറ്റ്സ് ഗുഡും തോന്നാറുണ്ട്, ബാഡും തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ തിരിഞ്ഞ് ബാക്കോട്ടേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അത് അവരുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മളടുത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ടാവുക. അപ്പം ആ സമയത്ത് അവരെ റെസ്പെക്ട് ചെയ്തിട്ട് ചിലപ്പോൾ പലതും പറയേണ്ടത് ഫോർഗിവ് ചെയ്യുക, കാര്യങ്ങൾ എന്താണോ അതിന് ആക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ അവരെ വാക്കുകൾ കേൾക്കാതായിരിക്കാം എടുത്ത് ചാടിയിട്ടുണ്ടാവുക. ആ സമയത്ത് ഇപ്പൊ നിങ്ങളോട് അങ്ങനെ എടുത്ത് ചാടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലേക്ക് നിങ്ങളോട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക, നിങ്ങൾ എടുത്ത വഴി ഇറ്റ്സ് ഗുഡ്, ഇത് അച്ഛനും അമ്മയും പറഞ്ഞത് ഇറ്റ്സ് ഓക്കെ, അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അനുസരിക്കാതെ ചൂസ് ചെയ്തതും നല്ലതാണ് എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാകും, അത് നിങ്ങളെ കൺസേൺ ചെയ്തിട്ടാണ്, നിങ്ങളുടെ ലൈഫിനെ ഓർത്തിട്ടാണ്, നിങ്ങളുടെ നാളേക്ക് ഓർത്തിട്ടാണ് അവരത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഫോർഗിവ് ചെയ്യുക, ആ റെസ്പെക്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. ഒരു പ്രായത്തില് പലപ്പോഴും പല കുട്ടികൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്രയും വളർത്തിയ പാരന്റ്സിനെ ആണെങ്കിലും. പക്ഷെ പിന്നീട് അത് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു 35 എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഏജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ പിന്നെ ചിന്തിച്ചു തുടങ്ങുക, കുറെയൊക്കെ അച്ഛനും അമ്മയിലും ഉണ്ടായിരുന്നു അല്ലേ എന്ന് ക്വാളിറ്റീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റെസ്പെക്ട് പാരന്റ്സ്. 3 പോയിന്റ് ആരോട് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏജിൽ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതും അതാണ്, ഒരു ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ്. എന്റെ ലൈഫിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു നല്ല ഫ്രണ്ട്സിനെ ബിൽഡ് ചെയ്യാനോ ഒന്നും എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഈ 20s നമ്മൾ പറയാറില്ലേ, ചില ക്യാരക്ടേഴ്സ് എപ്പോഴും ഇങ്ങനെ വിട്ടാ നിൽക്കുക, എല്ലാവരുമായിട്ടും കണക്ട് ആവാതെ വിട്ടു നിൽക്കും. എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നാലും പലപ്പോഴും ഞാനൊക്കെ എന്റെ കോളേജ് ലൈഫിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും ഒരു ഡിസ്റ്റൻസ് എനിക്ക് മാത്രം ഉണ്ടാവും വൈ എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും അവരെല്ലാരും എന്നെ മാറ്റി നിർത്തിയതാണെന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ എന്നെ മാറ്റി നിർത്തിയതല്ല, എന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, ഒന്ന് ബാക്കോട്ടേക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുമായിട്ട് സിങ്ക് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ കുറെ ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടും. ഇപ്പൊ ഒരു ദിയ കൃഷ്ണയുടെ ഒരു അല്ല ഇന്റർവ്യൂവിൽ ആ കുട്ടി പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്ന്. മറ്റുള്ള ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നമുക്ക് വരുന്ന നമ്മുടെ അടുത്ത് കൂടുതൽ റിലേഷനിലായി വരുന്ന ആളുടെ അടുത്ത് ഭയങ്കര സ്ട്രെസ്ഡ്, അതിലുണ്ടായിരുന്ന എന്തൊക്കെ കോൺസിക്വൻസ് ആണെന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മുടെ റിലേഷൻഷിപ്പ് ആരുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ തീരെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ബിൽഡ് ചെയ്യാതെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫ് ലോങ്ങിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ജീവിക്കേണ്ടത്. നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ് ജീവിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം, അത് മസ്റ്റാണ്. പക്ഷേ റിലേഷൻഷിപ്പിനും ഒരു ബ്യൂട്ടിഫുൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ, നമുക്ക് തരുന്ന ഒരു ഭയങ്കര ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. അതൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്നും കൂടെ മനസ്സിലാക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. നമ്മൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ, അല്ല എനിക്ക് ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ മനസ്സിലാക്കണം. ആ പ്രായത്തിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഭയങ്കര ബോണ്ടായിരിക്കും, നമ്മൾ ഭയങ്കര അത്രയും ബോണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ വല്ലാതെ അടിയിലേ വലിക്കുകയാണോ ഉള്ളത്, നമ്മുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളാണോ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ആ ഒരു ഫോക്കസോടുകൂടെ നല്ലൊരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ചൂസ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 30 ഒക്കെ ആയി നമ്മളൊരു ഫാമിലിയും കാര്യങ്ങളിലൊക്കെ
പോയി ആ ഒരു സമയത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരു പാരന്റ് ആവും. അതേപോലെ തന്നെ നമ്മളൊരു നല്ല ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ആ രീതിയിലൊക്കെ ആവുന്ന സമയത്ത് ഈ ബിൽഡ് ചെയ്ത ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വിട്ട് നിന്നെങ്കിൽ പോലും ഈ ഒരു നമ്മളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രശ്നത്തിലും നമുക്ക് കൂടെ നിൽക്കാൻ ഉണ്ടാകും. അപ്പൊ ഈ ഒരു പ്രായത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് ഒരു ഗുഡ് റിലേഷൻഷിപ്പ്. അത് എല്ലാ അർത്ഥത്തിലും കേട്ടോ. ചില ആൾക്കാർക്ക് ലൈഫ് പാർട്ട്ണറെ അവർ ചൂസ് ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ ഫ്രണ്ട്സിനെ, ഇങ്ങനെ ഏത് രീതിയിൽ പോവാണെങ്കിലും ഒരു നല്ലൊരു റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രായം നല്ലൊരു പ്രായമാട്ടോ. അത് തീർച്ചയായിട്ടും എല്ലാവരുടെ ലൈഫിലും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയാൻ, സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് ടൈം. നമ്മൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ലൈഫിൽ അത് ചെയ്യാതിരിക്കാം. ഈ ഒരു പ്രായത്തിൽ പൊതുവേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിലേക്ക് ഒരു നല്ല കാര്യം വരും, ഒരു ജോബ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം. അല്ലാതെ എൻ്റെ ഫാമിലി തന്നെ ഞാനൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് പഠിച്ച ജോലി തന്നെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തട്ടി 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 കളിച്ചിട്ട് നമ്മളെ ലൈഫില് നമ്മൾ ഈ തട്ടി തട്ടി കളിക്കുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ നമ്മൾ ഏൺ ചെയ്തിട്ടില്ല നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു പൊസിഷനിലേക്കൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് കാണുന്ന ആൾക്കാര് ആളൊട്ടും റെസ്പോൺസിബിൾ അല്ല, അല്ലെങ്കിൽ ആളൊട്ടും മലയാളത്തിൽ പറയും കുരുത്തമില്ലാത്ത ആളാണ് അങ്ങനെയൊക്കെ. പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിലേക്കായിരിക്കാം, നിങ്ങളുടെ ഗോളിലേക്കായിരിക്കാം. പക്ഷെ നമ്മൾ ഗോളിലേക്ക് തന്നെ ചാടണം എന്നൊക്കെ രീതിയിലുള്ള പെർഫെക്റ്റ് ഒരു ടൈമൊക്കെ നോക്കിയിരുന്നാൽ എല്ലാവർക്കും അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും നിങ്ങൾക്ക് ആദ്യമേ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കൊക്കെ ആയിരിക്കും കയറാൻ പോകുന്നുണ്ടാവുക. ചില ആൾക്കാർ കിട്ടുമായിരിക്കും വെയിറ്റ് ചെയ്തിട്ട്, പക്ഷെ എല്ലാവർക്കും അത് സംഭവിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഒന്നിലേക്ക് ചവിട്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും മാറി മാറി ചവിട്ടി പോകാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഗോളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും. അതുകൊണ്ട് തന്നെ ഇന്നൊരു ടൈം എത്തി എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതാണ് എന്റെ പെർഫെക്റ്റ് ടൈം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കരിയർ ലൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിനൊരു നല്ല ചോയ്സ് വരും, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് വരും എന്നൊക്കെ പറയുമ്പോൾ അതിന് കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഓക്കെ ഇറ്റ്സ് ഗുഡ് എന്നുള്ളതിൽ എല്ലാത്തിനും എടുത്ത് ചാടണം എന്നല്ല കേട്ടോ, തോന്നുന്ന കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാനും അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് പോകാനും വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരു വയസ്സോളം ഇങ്ങനെ ഇരുന്നിട്ട് പലപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പലരും ഒരു 35 ഞാനിപ്പോഴും സിംഗിളാന്ന് പറയുന്ന ആൾക്കാർ റിലേഷൻഷിപ്പില് നമ്മളുടെ ഉള്ളിലൊരു ചിത്രമുണ്ട്, ആ ചിത്രത്തിന്റെ അതേ രീതിയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നോക്കി നടന്നിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളുടെ ഇതിൽ എല്ലാ രീതിയിലും കുഴപ്പമില്ലാതെ എത്താൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയിലേക്ക് പോയി ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാവുന്ന ഒരു പ്രായമൊക്കെ തന്നെയാട്ടോ ഇത്. അല്ലാതെ ലൈഫിൽ എല്ലാം നമ്മൾ പെർഫെക്റ്റ് ഒരു ടൈം ഉണ്ട്, ആ ടൈം ആകുമ്പോഴേക്കും നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസം വെച്ച് മുന്നോട്ട് പോകാതിരിക്കുക. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ലക്കായിട്ട് വരാം, പക്ഷെ എല്ലാ കാര്യങ്ങളും ലൈഫിൽ അങ്ങനെ ലക്കായിട്ട് വരണമെന്നില്ല. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ 20s എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ, അന്ന് എനിക്കിത് ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇപ്പൊ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്കിത് പറയാൻ അതുകൊണ്ടാണ് തോന്നിയത്. അതേപോലെ ഇപ്പൊ 30ലും 40ലേക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് ഇത് കാണണമെങ്കിൽ നിങ്ങൾക്കും ഒന്ന് റീതിങ്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുത്താട്ടോ. ഇന്നിപ്പോ എനിക്ക് 33 ആണെങ്കിൽ ഇതാണ് എന്റെ ബിഗിനിങ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെ എനിക്ക് 34 ഇതാണ് എന്റെ ബിഗിനിങ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ലൈഫിൽ നമ്മൾക്കെല്ലാം ഇത് നമ്മൾക്കൊരു തുടക്കമാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാം. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ ആ വർഷങ്ങൾ തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു കാര്യമില്ല, അത് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ലൈഫ് ഇതാണ് നമ്മുടെ ബിഗിനിങ്. അത് നമ്മൾ 50 ഇരിക്കുന്ന ആളാണ് ഇതാണ് എന്റെ ബിഗിനിങ്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ ലൈഫ് നമ്മൾ സുന്ദരമാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളെ ലൈഫിൽ നമ്മൾ ഒന്നിനെയും ഭയന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഈ ലോകത്തിന്റെ കുറച്ച് കൾച്ചർ എന്താണെന്നും ഏത് രീതിയിലേക്കാണ് ജീവിക്കേണ്ടതും ആ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമുക്ക് ഒരുപാട് ഗോളുകൾ ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നോക്കി തന്നെ പോവാം. മറ്റുള്ളവർ എന്താക്കുന്നു, ഇപ്പുറത്തിരിക്കുന്നവർ എന്താക്കുന്നു, എന്റെ ബാക്കിൽ എന്തായിരുന്നു ഒന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായി കഴിഞ്ഞാലും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പോയി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.